ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ഏഴാമതും മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ് കിട്ടുമോ? ഇതൊരു ചോദ്യമായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങുകയാണ്. ഒരുപക്ഷെ ഇന്നലെ ആദ്യമായി വാർത്തയിട്ടത് നമ്മൾ തന്നെയായിരിക്കാം. ഇവിടെ മമ്മൂട്ടിക്ക് അവാർഡെന്ന് പറയുമ്പോൾ എന്താണ് ഇത്ര വിഷമം എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. പലപ്പോഴായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, എപ്പോഴൊക്കെ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡുകൾ, എപ്പോഴൊക്കെ എന്നല്ല, ഒട്ടുമിക്ക വർഷങ്ങളിലും അദ്ദേഹം തന്നെയാണ് ഇതിന് അർഹനെന്ന് നമുക്കറിയാം. പലപ്പോഴേ അദ്ദേഹത്തിന് ലഭിക്കാറുമില്ല എന്നും അറിയാം. കഴിഞ്ഞ 3 വർഷങ്ങൾ തന്നെ കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അതിൽ 3 വർഷവും മമ്മൂക്കയ്ക്ക് തന്നെയാണ് മോസ്റ്റ് എലിജിബിൾ ആയിട്ടുള്ള ആക്ടർ എന്ന് തന്നെ പറയാം. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് മമ്മൂട്ടി നടത്തിയിട്ടുള്ളത്. നൻപകൽ നേരത്തെ മയക്കമാണെങ്കിലും, കാതൽ ദ കോറാണെങ്കിലും, ഭ്രമയുഗമാണെങ്കിലും ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ആ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, മൂന്നും ഒന്നിനൊന്നിനും മുകളിലേക്ക് തന്നെ പോകുന്ന ചിത്രങ്ങളും പ്രകടനങ്ങളുമാണ് എന്നുള്ളതാണ്. ഇവിടെ ഇക്കുറി 2025 മമ്മൂട്ടിക്കായിരിക്കും എന്നുള്ളത് 99.9% ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. വേറൊന്നുമല്ല, കൊടുമൺ പോറ്റി അത്രത്തോളം മികച്ച രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ തന്നെയാണ്. അത് മറ്റൊരു നടനെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ പല നടന്മാരും ചെയ്യുമായിരിക്കാം, പക്ഷേ ഇത്ര ഗംഭീരമായിട്ട് ഇത്ര പെർഫെക്ഷനോടെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇന്ന് കൂട്ടി വായിക്കുന്നത് മറ്റ് ചില പേരുകൾ കൂടിയാണ്. എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാര്യമുണ്ട്, ഒരു സൈഡിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മമ്മൂട്ടി, ബാക്കിയുള്ള ആക്ടേഴ്സ് ഇതിനൊപ്പം മത്സരിക്കാൻ വരുന്നു. കഴിഞ്ഞ 3 വർഷവും നമ്മൾ അടുപ്പിച്ച് കണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷേ ഇതിന് മുമ്പുള്ള വർഷങ്ങളെടുത്ത് നോക്കിയാലും ഒട്ടുമിക്ക വർഷങ്ങളിലും മമ്മൂട്ടി തന്നെ ഒരു സൈഡിലുണ്ടാവാറുണ്ട്, ബാക്കിയുള്ളവരാണ് കൂടെ മത്സരിക്കാനും വരുന്നത്. അതിപ്പോൾ നാഷണൽ അവാർഡ് എടുത്താലും സംസ്ഥാന അവാർഡ് എടുത്താലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നാഷണൽ അവാർഡ് കാര്യം നമുക്കറിയാം, മമ്മൂട്ടിക്ക് കൊടുക്കില്ല എന്നുള്ളത് തന്നെ. അങ്ങനെയാണെങ്കിൽ എത്ര പ്രാവശ്യം കിട്ടേണ്ടതാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന, അതിലേക്ക് പോകുന്നില്ല. ഇനി കേരള സംസ്ഥാന ഫിലിം അവാർഡ്, മികച്ച നടനുള്ള അവാർഡ് തീർച്ചയായും ഇക്കുറിയും 2025 പ്രഖ്യാപിക്കുന്ന 2024 സിനിമകൾക്കുള്ള അവാർഡ് മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിൽ സംശയകരമായ കാര്യം മോഹൻലാൽ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ ഒരു കമൻറ്റിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, ഇതിൻ്റെ സെൻസറിങ് 2023 എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാവില്ല, പക്ഷേ അതിൽ നമുക്ക് ഒന്നും കൂടെ കൺഫേം ചെയ്യാനുണ്ട്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പുറത്ത് വരുന്ന മുഖ്യധാര ചാനലുകളും പത്രങ്ങളും ഉൾപ്പെടെ പറയുന്നു 3 പേരുടെ പേരുകളാണ്. ഒന്ന് ആസിഫ് അലി, മറ്റൊന്ന് വിജയരാഘവൻ, അതേപോലെ മമ്മൂട്ടി. ഈ 3 പേരുടെ പേര് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പിന്നാലെയായിട്ട് മറ്റ് ചിലരുടെ പേരുകൾ കൂടെ നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ടൊവിനോയും നമ്മുടെ ഫഹദുമൊക്കെ ഉണ്ട് എന്നുള്ള വാർത്തകളും വരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 3 പേര് മമ്മൂട്ടിയും വിജയരാഘവനും ഒപ്പം ആസിഫ് അലിയുമാണ്. പക്ഷേ ഇതിനതിൽ ആസിഫ് അലിയും മമ്മൂട്ടിയും യോഗ്യന്മാരാണെന്ന് പറയാം. വിജയരാഘവൻ കാറ്റഗറി വരുമ്പോൾ അതൊരു സഹനടനുള്ള കാറ്റഗറി മാത്രമാണ്. കാരണം മലയാള സിനിമയിൽ അവാർഡ് കൊടുക്കുന്നത് മെയിൻ നടന്മാർക്ക് തന്നെയാണ് ബെസ്റ്റ് ആക്ടറായിട്ട് വരുന്നത്. ബാക്കിയുള്ളവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹനടനുള്ളതായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ 2 ഓപ്ഷനാണ്. ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ മലൈക്കോട്ടെ വാലിബൻ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ തീർച്ചയായും മോഹൻലാലും അർഹനാണ് എന്ന് തന്നെ പറയാം. മികച്ച രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ്. സിനിമ എത്രത്തോളം ഗംഭീരമായിരുന്നു എന്നുള്ളതൊന്നുമല്ല, അല്ലെങ്കിൽ മോശമായിരുന്നു എന്നുള്ളതൊന്നുമല്ല, പ്രകടനത്തിൽ മോഹൻലാലും മികച്ചു നിന്നിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് പറയാനുള്ളത്, മമ്മൂട്ടിയുടെ പ്രകടനവും ആസിഫ് അലിയുടെ പ്രകടനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പ്രകടനവും വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, കൊടുമൺ പൊറ്റിയുടെ അടുത്തെത്താൻ സമീപകാലത്ത് കഴിഞ്ഞ 15 വർഷം എടുത്ത് നോക്കിയാലും ഒരു ക്യാരക്ടറും വന്നിട്ടില്ല. അത്രത്തോളം മികച്ച ഒരു കാര്യമാണ്. ഇനിയും എന്തെങ്കിലും ഒരു ലോജിക്ക് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അവാർഡ് കൊടുക്കുമ്പോൾ കൊടുമൺ പൊറ്റിയോടൊപ്പം അഭിനയിച്ച, അല്ലെങ്കിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച അർജുൻ അശോകനോ അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ഭരതനോ മികച്ച നടനുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്ക് നമുക്ക് കാണാം. പക്ഷേ അവർ സഹനടൻ കാറ്റഗറിയിലാണ്. മമ്മൂട്ടിക്കൊപ്പം തന്നെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് തന്നെ അവർ കാത്തുവെച്ചു. പക്ഷേ മമ്മൂട്ടി കാഴ്ചവെച്ച ആ ഒരു ക്യാരക്ടറിൻ്റെ അടുത്തെങ്ങും എത്താൻ ഇതുവരെ ഒരു ക്യാരക്ടറിനും കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ നടന്നിട്ടില്ല. അടുത്ത വർഷവും മമ്മൂട്ടിയിൽ നിന്ന് തന്നെയാണ്, നമ്മൾ ഇറങ്ങാത്ത ചിത്രമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കുന്നില്ല, കളങ്കാവൻ എന്ന സിനിമയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അടുത്ത വർഷവും ഒരു സൈഡിൽ മമ്മൂട്ടി തന്നെ ഉണ്ടാവും. തീർച്ചയായും അടുത്ത വർഷവും അദ്ദേഹത്തിന് തന്നെയായിരിക്കും ബെസ്റ്റ് ആക്ടറായിട്ട് വരാൻ പോകുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഇങ്ങനെയാണ്, സോഷ്യൽ മീഡിയയിൽ പലർക്കും ഒരു വിഷമമാണ്, മമ്മൂട്ടിക്ക് അവാർഡ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ പ്രശ്നങ്ങൾ പോലെയാണ്. ബാക്കി ഏതെങ്കിലും ഒരു നടൻ എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കണം, മമ്മൂട്ടിക്ക് കൊടുക്കരുത് എന്നുള്ള ഒരു ചിന്താഗതി. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. മമ്മൂട്ടി ആരാധകർ കമൻറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എതിരാളികൾ കമൻറ്റ് ചെയ്യണമെന്നുമില്ല. ഇത് സാധാരണഗതിയിലുള്ളൊരു ചോദ്യമാണ്, സാധാരണക്കാരനെ ചോദിക്കാൻ ഉള്ള ചോദ്യം തന്നെയാണ്. മികച്ച രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴും മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും എന്താണ് ഒരു കുശുമ്പ് കുത്തൽ, അതുതന്നെയാണ് ചോദിക്കാനുള്ളത്.
മലയാളത്തിലെ എല്ലാ നടന്മാരും മികച്ച നടന്മാരാണ്. മമ്മൂട്ടിയും മോഹൻലാലും മാത്രമല്ല മികച്ച നടന്മാരെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ നടന്മാരും, അതായത് മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. വളരെ വിരളമായിട്ടുള്ള ആളുകൾ മാത്രമാണ് അത്ര ഗംഭീരമുള്ള പ്രകടനം നടത്താത്തത്. പക്ഷേ കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ അവരും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് നമ്മൾ കാണാറുമുണ്ട്. എന്തായാലും ഈ ഒരു ചോദ്യം, എന്താണ് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കും, അല്ലെങ്കിൽ അവാർഡ് എന്ന് പറയുമ്പോൾ ഇത്ര വിഷമം, മമ്മൂട്ടിക്ക് കൊടുക്കേണ്ട മറ്റാർക്കെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നത്, മറ്റേ വേറെ ഏതെങ്കിലും ഒരു നടൻ അല്ലെങ്കിൽ മോഹൻലാലിന് ഒരു അവാർഡ് വരുമ്പോൾ എന്തുകൊണ്ട് ഇതങ്ങനെ പറയുന്നില്ല? ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു കമൻസിലൂടെ പറയാം, ഒന്ന് രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. മമ്മൂട്ടിയും മോഹൻലാൽ കാര്യങ്ങളല്ല ഞാനിതിവിടെ പറഞ്ഞു വന്ന മമ്മൂട്ടിയുടെ മാത്രം കാര്യങ്ങളിലൂടെയാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് കമൻസിലൂടെ പറയാം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാവുന്നതാണ്. ഗ്രേറ്റ് മീഡിയാസ്.